പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഡിപ്പെൻഡന്റ് ബ്രാഞ്ചിൽ ആദ്യത്തെ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഡെപ്റ്റർ സിസ്റ്റം. രണ്ടാമത്തെ മെത്തേഡ് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം അല്ലെങ്കിൽ അനലിറ്റിക്കൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഡെപ്റ്റേഴ്സ് മെത്തേഡിൽ നമ്മൾ ഒരേ ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്തിരുന്നത്, അതായത് ബ്രാഞ്ച് അക്കൗണ്ട് മാത്രം. പക്ഷേ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പുറമെ ഒരുപാട് അക്കൗണ്ടുകൾ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഹെഡ് ഓഫീസ് ഒരുപാട് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, അതേപോലെ തന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഇങ്ങനെയുള്ള അക്കൗണ്ടുകളാണ് സാധാരണ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് സ്റ്റോക്കിന്റെ മുകളിൽ കൃത്യമായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ എയിമായിട്ട് പറയുന്നത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും അതിന്റെ ഇൻവോയ്സ് പ്രൈസിലായിരിക്കും, കോസ്റ്റ് പ്രൈസിലായിരിക്കില്ല. ഇതൊരു റിയൽ അക്കൗണ്ട് ആണ് ഏത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇതിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും വരുന്ന ഐറ്റംസ് ഒന്ന് നോക്കാം. ഇതില് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക. അതേപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഉണ്ടാവാം. അതേപോലെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാവും. അതായത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിലാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. പിന്നെ ഇപ്പുറത്തെ, അതായത് സർപ്ലസ് ഉണ്ടെങ്കിൽ, സർപ്ലസ് മീൻസ് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ നമ്മൾ ഇവിടെ സർപ്ലസ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസിങ് ഫിഗർ കിട്ടുന്ന എമൗണ്ട് ഡെബിറ്റ് സൈഡ് എഴുതേണ്ടി വരും. പിന്നെ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് അതിന്റെ റിട്ടേൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിലാണ് ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് എഴുതേണ്ടത്. പിന്നെ ക്യാഷ് സെയിലിന് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതാം. പിന്നെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, അതായത് നോർമൽ ലോസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, അതാണ് എഴുതുന്നത്. പിന്നെ ഇപ്പുറം, അതായത് ക്രെഡിറ്റ് സൈഡിന് അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ ഷോർട്ടേജ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ സർപ്ലസ് ഉണ്ടെങ്കിലാണ് ഡെബിറ്റ് സൈഡ് ബാലൻസിങ് ഫിഗർ വരിക. അതേപോലെ ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എന്ന് വരും, ബാലൻസ് ഫിഗർ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഷോർട്ടേജ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, അത് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത്ര ഐറ്റംസ് ആണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്രാഞ്ചിന്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോഡുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോഡുമായി ബന്ധപ്പെട്ടുള്ള ഐറ്റംസ് ആണ് ഏതിൽ വരാം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ വരാം. അപ്പൊ ഇതിന്റെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന അക്കൗണ്ടുകൾ, അതായത് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് നമ്മൾ നേരത്തെ നോക്കിയാൽ മതി. ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് എവിടെയാണ് എഴുതിയിട്ടുണ്ടാവുക, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതിൽ എഴുതേണ്ട എമൗണ്ട് ലോഡ് ഓൺ ഷോർട്ടേജ് ആണ്. പിന്നെ അതേപോലെ അബ്നോർമൽ ലോസ് ഉണ്ടാവും, അതും എമൗണ്ട് എഴുതേണ്ടത് ലോഡ് ഓൺ അബ്നോർമൽ ലോസ് ആണ് എഴുതേണ്ടത്. പിന്നെ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത് ലോഡ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതും ലോഡ്, അതായത് റിട്ടേൺ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലോഡ് ആണ് എവിടെ എഴുതേണ്ടത്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എഴുതേണ്ടത്. പിന്നെ വരുന്നത് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, അത് നോർമൽ ലോസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. പിന്നുള്ളത്
ക്രെഡിറ്റ് സൈഡ് സർപ്ലസ് ഓഫ് സ്റ്റോക്ക് അതിന്റെയും ലോഡ്, പിന്നെ ഇപ്പുറത്തെ സ്റ്റോക്ക് റിസർവ്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, അതായത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ എന്ത് ലോഡാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോ ഇത്ര ഐറ്റംസ് ആണ് എന്തിലുണ്ടാവുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സാധാരണ ക്രെഡിറ്റ് സെയിൽ ഉണ്ടാവുന്ന സമയത്താണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് ക്യാഷ്, ബിൽസ് റിസീവബിൾ, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, അതായത് റിട്ടേൺ ബൈ ഡെപ്റ്റേഴ്സ് റിട്ടേൺ ചെയ്യുന്നതാണ് ഇവിടെ എഴുതാം. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസ്, അതായത് ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ബ്രാഞ്ച് എക്സ്പെൻസുകൾ, ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാം, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടാവാം. പിന്നെ ഇവിടെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് എഴുതേണ്ടി വരും. ഡെബിറ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, അതായത് ക്രെഡിറ്റ് സെയിലിന്റെ എമൗണ്ട് ആണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൽ എഴുതേണ്ടത്. പിന്നെ വരുന്നത് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അതായത് സാലറി, റെന്റ്, പെറ്റി എക്സ്പെൻസസ്, പിന്നെ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ്, ഡിപ്രിസിയേഷൻ. ഈ എക്സ്പെൻസ് എല്ലാം ഏത് സൈഡ് എഴുതാം, ഡെബിറ്റ് സൈഡ് എഴുതാം. അപ്പൊ നമുക്കൊരു ബാലൻസ് കിട്ടും. ആ ബാലൻസ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അതായത് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതാണ് നെക്സ്റ്റ് വരുന്നത്, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ഡെബിറ്റ് സൈഡ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ഗ്രോസ് ലോസ് ആണെങ്കിൽ മാത്രമേ ഇപ്പുറത്തെ സൈഡ് വരൂ. പിന്നെ ബ്രാഞ്ച് എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് സൈഡ് എഴുതണം. പിന്നെ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ എക്സ്പെൻസസ് ആയിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം എവിടെ വരും, ഡെബിറ്റ് സൈഡ് വരും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ. ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു എക്സ്പെൻസ് പോലെ തന്നെയാണ്. പിന്നെ വരുന്നത് ബ്രാഞ്ച് എക്സ്പെൻസ്, പിന്നെ ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ഉണ്ടാവും, അബ്നോർമൽ ലോസ് ഉണ്ടാവും. പിന്നെ ഇപ്പത്തെ സൈഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് എഴുതും. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം, അതും ഇൻകം പോലെ തന്നെയാണ്. പിന്നെ സർപ്ലസ് സ്റ്റോക്ക്, പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ സൈഡ് കൂടുതലായി, ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും.